പ്രസാദ്, അങ്ങനെ 1 മുതൽ 5 വരെ ഓർഡറിലല്ല എങ്കിലും പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം പുറത്തിറങ്ങുന്ന പ്രധാനപ്പെട്ട പ്രതിയാണ് എൻ വാസു എന്നുള്ളത്. രാഷ്ട്രീയ ബന്ധം പറയുമ്പോൾ CPM-ന്റെ നേതാവ്, ആദ്യ നേതാവ് പുറത്തിറങ്ങുന്നു. അടുത്തത് പത്മകുമാറാണ് അടുത്ത ഊഴത്തിൽ നിൽക്കുന്നത്. അങ്ങനെ കേസിൽ നിർണായകമായ ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പ്രസാദ്, സ്മൃതി, എൻ വാസുവിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു പദവി വഹിച്ച ഒരാളാണ്. ദേവസ്വം കമ്മീഷണറായിരിക്കെ പിന്നീട് ദേവസ്വം കമ്മീഷണർ ആയതിനു ശേഷം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് CPIM നിയോഗിച്ച ആളാണ് എൻ വാസു. എൻ വാസുവിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സ്മൃതി. കാരണം സ്ത്രീ പ്രവേശനം നടക്കുന്ന സമയത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് എൻ വാസു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അന്നുയർന്ന ഗുരുതരമായ ആരോപണം എൻ വാസുവിന്റെ നേതൃത്വത്തിലാണ് 2 യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിയത് എന്ന വിവാദം അതിശക്തമായി കോൺഗ്രസും BJPയും ഉന്നയിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. എൻ വാസു യഥാർത്ഥത്തിൽ CPIM-ന് എ പത്മകുമാറിനെക്കാളും വേണ്ടപ്പെട്ട ആളാണ്. എ പത്മകുമാറിനെക്കാളും എൻ വാസുവിനോടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് പാർട്ടിക്ക് താല്പര്യം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. എൻ വാസു പുറത്തിറങ്ങുന്നതോടുകൂടി അത് CPIM-നും LDF സർക്കാരിനും വലിയ ആശ്വാസമാവുകയാണ്. ഇനിയിപ്പോൾ അധികം വൈകാതെ CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളും LDF സർക്കാർ നിയോഗിച്ച ഈ സമയങ്ങളിലെല്ലാം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായ എ പത്മകുമാർ കൂടി പുറത്തേക്കിറങ്ങും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി അതിനു മുമ്പ് ഇനിയിപ്പോൾ കുറ്റപത്രം കൊടുക്കാനുള്ള സാധ്യതയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയിപ്പോൾ എ പത്മകുമാറും കൂടി പുറത്തേക്ക് ഇറങ്ങിയേക്കും. സ്മൃതി, അത് പറയുമ്പോഴാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു പ്രസ്താവന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത്. എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ പലതവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാത്തത്? ആ സമയം വരെയും ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ അതേ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇതുവരെയും കുറ്റപത്രം കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ്. ശരിയാണ് സ്മൃതി, ആർക്കെതിരെയും കുറ്റപത്രം കൊടുത്തില്ല എന്നുള്ളതാണ്. 90 ദിവസത്തിനകം അറസ്റ്റിന് ശേഷം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രതികൾ ശബരിമലയിൽ നിന്ന് സ്വർണം കട്ട പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്നത്. ആദ്യം മുരാരി ബാബു പുറത്തേക്കിറങ്ങി, സ്വാഭാവിക ജാമ്യമല്ലെങ്കിൽ കൂടിയും മതിയായ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ ശ്രീകുമാർ പുറത്തേക്കിറങ്ങി, D സുധീഷ് കുമാർ പുറത്തേക്കിറങ്ങി, എൻ വാസു പുറത്തേക്കിറങ്ങി, ഇനിയിപ്പോൾ KS ബൈജു, അതുപോലെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഒപ്പം എ പത്മകുമാർ, മറ്റു പ്രതികളും ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്നത് കുറ്റപത്രം കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്നുള്ളത് തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പം പ്രതികളെ പിടികൂടുന്നതിനൊപ്പം കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്രയും വിവാദമായ കേസിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ ഉൾപ്പെടെ സ്വാഭാവിക ജാമ്യം തേടി പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായത് അത് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ സ്മൃതി, നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും അറിഞ്ഞിരുന്നോ ഇനിയൊരുപക്ഷെ കുറ്റപത്രം കൊടുക്കില്ല എന്ന കാര്യം. ഇനിയിപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കേണ്ട ആവശ്യം CPIM-നുണ്ടാവില്ല. ഈ പറയുന്ന പുറത്തിറങ്ങുന്ന എൻ വാസു നേരത്തെ CPIM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, CPIM-ന്റെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, CPM-ന്റെ പ്രധാനപ്പെട്ട വിശ്വസ്തനായിരുന്നു, അഭിഭാഷകനായിരുന്നു, പ്രധാനപ്പെട്ട ആളായിരുന്നു. ആ എൻ വാസു പുറത്തേക്കിറങ്ങുന്നു. സ്മൃതി, എൻ വാസു ചെയ്ത തെറ്റ്, എൻ വാസു ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ അത് ചെമ്പ് എന്നാക്കി രേഖയിൽ മാറ്റാൻ നേതൃത്വം നൽകി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ശബരിമലയിലെ ഈ പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയതും സ്വർണം നഷ്ടപ്പെടാൻ ഇടയാവുകയും ചെയ്ത് അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത CPIM-ന്റെ നേതാവായ സന്തത സഹചാരിയായ എൻ വാസു പുറത്തേക്കിറങ്ങുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായി മാറുന്നു എന്നുള്ളതാണ് സ്മൃതി. ശരി, എൻ വാസുവിന് ജാമ്യം 10 ഉപാധികളോടെയാണ് എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കോടതിയുടെ അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടു പോകരുത്, ആഴ്ചയിൽ 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ജാമ്യ വ്യവസ്ഥയിൽ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും 2 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 5ാമത്തെ ആളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പുറത്തേക്കിറങ്ങുന്നത്.